എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത സുഹൃത്തുക്കളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം അവർക്കുള്ളതാണ് ഈ വീഡിയോ. നമ്മുടെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ, മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ഒന്ന് സൂക്ഷിക്കുക. കാരണം വരാൻ പോകുന്ന സമയം അവർക്ക് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച വാറങ്കൽ, തെലങ്കാനയിലെ വാറങ്കലിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ATM ആരംഭിച്ചു. ATM ആരംഭിച്ചത് വലിയ വിഷയമല്ല, പക്ഷേ ആ ATMൻ്റെ പ്രത്യേകത അത് സ്വർണ്ണപ്പണയം കൂടെ എടുക്കുന്നുള്ളതാണ്. ATM സ്വർണ്ണപ്പണയം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ATM 24 മണിക്കൂറാണ്. നമ്മുടെ സമയം അപഹരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബാങ്കിലേക്ക് കയറി ചെല്ലാത്തത്. നാഷണലൈസ്ഡ് ബാങ്കിൽ 9% പലിശയുള്ളൂ. മറ്റ് സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഇരട്ടിയോളം വരുന്ന പലിശ സ്കീമുകളൊക്കെയാണ് നമ്മൾ പോയി കൊണ്ട് തലവെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയ ATM വരുന്നതോടുകൂടി അതിൽ പ്രത്യേകതരം ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുത്താൽ AI സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് പരിശോധിക്കും. സ്വർണത്തിൻ്റെ ഗുണനിലവാരം എല്ലാം പരിശോധിച്ച് നമുക്ക് നമ്മുടെ ആധാർ, മൊബൈൽ നമ്പർ, വെരിഫിക്കേഷൻ കോഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ 90% നമ്മുടെ അക്കൗണ്ടിലേക്കും 10% അപ്പോൾ തന്നെ ATMൽ കൂടെ നമുക്ക് എടുക്കാനും കഴിയുന്ന വിധത്തിലാണ് അത് വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതോടുകൂടി ഇത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ ഏകദേശം തീരുമാനമാകുമെന്നാണ് തോന്നുന്നത്, വ്യാപിക്കുന്നതോടുകൂടി. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് ജാഗ്രതയായിരിക്കാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ ആണിത്. ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. അത് ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കാം, എന്നാലും ഒന്ന് സൂക്ഷിക്കുക. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫണ്ടുകളാണ്. അനാവശ്യമായിട്ട് അതെവിടെയും ചെന്ന് കൊണ്ട് കളയരുത്. സ്വർണം പണയം വയ്ക്കുന്ന ആൾക്കാരും അതേ നോക്കുള്ളൂ. കാരണം 9% നമുക്ക് പൈസ കിട്ടുമ്പോൾ അതിൽ കൂടിയ പലിശയ്ക്ക് ഇനി ആ സൗകര്യം കൂടെ മുതലെടുത്തുകൊണ്ട് ഇനി അത് നടക്കും തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക, പൈസ സുരക്ഷിതരാക്കി വയ്ക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.